ഇന്ന് നമുക്ക് ചെയറിൻ്റെ സീറ്റിൻ്റെ പോർഷൻ ഉണ്ടാക്കുന്നതാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം. സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് സൈഡ് വ്യൂയിലേക്ക് വരാം. നമ്മളതിനെ പൊസിഷൻ ചെയ്യാം, സ്കെയിൽ ചെയ്യുക. സ്കെയിലിൻ്റെ ഷോർട്ട് കട്ട് 6 എന്നുള്ളതാണ്. ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട് ഈ 2 സൈഡിനെ ബേസ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഇൻപുട്സിൽ വന്നിട്ട് സെക്ഷൻ 12 ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിനി വെർട്ടെക്സ് എടുക്കാൻ പറ്റും. വെർട്ടെക്സ് എടുത്തിട്ട് വെർട്ടെക്സ് സെലക്ട് ചെയ്യാം. ഇവിടെ സോഫ്റ്റ് സെലക്ഷൻ ഓൺ ആക്കുക. സോഫ്റ്റ് സെലക്ഷൻ ഓൺ ആക്കാനുള്ള ഷോർട്ട് കട്ട് ബി എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ബി ഫോർ ബോൾ. ഇതിൽ വോളിയം നമുക്ക് എടുക്കേണ്ടാവുക സർഫേസിലേക്ക് ആക്കിയിടാം. അതിനുശേഷം ഇതിനെ നമുക്ക് ബി പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വോളിയം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഈ റൊട്ടേറ്റ് ചെയ്യുക. ഇതിന് സ്വല്പം നമുക്ക് സ്കെയിൽ ചെയ്യാം. ഓക്കെ, ഫ്രണ്ട് വ്യൂവിൽ കറക്റ്റാണ്, സൈഡ് വ്യൂവിലും കറക്റ്റാണ്. ഇനി നമ്മൾ പെർസ്പെക്റ്റീവിൽ വരാം. ഒബ്ജക്റ്റ് മോഡിലേക്ക് ആവാം. ടോപ്പ് വ്യൂവിൽ വന്നതിന് ശേഷം നമ്മളിതിനെ കട്ട് ചെയ്യാൻ പോകണം. ഈ കർവിനെ കട്ട് ചെയ്യാൻ പോകണം. കർവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കർവ് പോയിൻ്റ് എടുക്കാം. അതിനുശേഷം നമ്മൾ ഈ പോയിൻറ്റും ഇവിടുത്തെ പോയിൻറ്റും ഈ 2 പോയിൻറ്റുകളും സെലക്ട് ചെയ്യാം. ഇനി ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിറ്റാച്ച് കർവ് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇതെല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് പുതിയ വെർഷനിലാണെങ്കിൽ സർഫേസിൽ വന്നിട്ട് ബൗണ്ടറി എന്നുള്ളതിൻ്റെ ഓപ്ഷൻ ബോക്സ് എടുക്കുക. ബൗണ്ടറി ഇവിടെ എഡിറ്റ് റീസെറ്റ് കൊടുത്തതിന് ശേഷം പോളിഗൺ ആക്കുക. പോളിഗണിൻ്റെ താഴെ കൺട്രോൾ പോയിൻറ്റ്സ് ഉണ്ട്. കൺട്രോൾ പോയിൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക, ബൗണ്ടറി കൊടുക്കുക. ഇപ്പോൾ ബ്ലാക്ക് കളറിൽ പോളിഗൺ സർഫേസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇതിൻ്റെ മുകൾ വശം നമുക്ക് ബ്ലാക്ക് ആയിട്ടും താഴ്ഭാഗം ഒറിജിനൽ കളറായിട്ടാണ് കാണുക. അതായത് ഇത് ഫ്ലിപ്പ് ചെയ്യണം എന്നാൽ മാത്രമേ ഒറിജിനലായിട്ട് കിട്ടുള്ളൂ. നമ്മളൊരു ഷർട്ടിന് നല്ല സൈഡും പൊട്ട സൈഡും അകവശം അകവും പുറവുമുള്ള പോലെ തന്നെ ഇതിനുള്ള ഡിഫറൻസ് ഉണ്ട്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്തുകൊണ്ട് ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിനെ നമ്മൾ കോമ്പോണൻറ്റ് മോഡിലേക്ക് ആക്കുക. ഫേസ് സെലക്ട് ചെയ്യുക. ആദ്യം ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫേസ് ആക്കി ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫേസ് നോർമൽസിൽ വന്നിട്ട് റിവേഴ്സ് നോർമൽസ് കൊടുക്കുക. അപ്പോൾ നേരെ ഫ്ലിപ്പ് ആവും. അതിനുശേഷം നമ്മൾ ഇതിനെ ഐസൊലേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ഡിവിഷൻസ് നമുക്ക് ആവശ്യമില്ലാത്തതുണ്ട്, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡ്ജ് എടുക്കുക, ഇതും ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതും ഡിലീറ്റ് ചെയ്ത് കളയാം. കാരണം നമുക്ക് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ സൈഡിലുണ്ടോ നോക്കുക. ചിലപ്പോൾ ഉണ്ടാവും, ഇല്ല, അത് നമുക്കത് ഒഴിവാക്കാം. ഓക്കെ, ഇനി നമ്മൾ 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇരിക്കേണ്ടാവുക. ഇനി നമ്മുടെ റെഫറൻസ് ഇമേജായിട്ട് മാച്ച് ചെയ്ത് നോക്കുക. ഇത്തരത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. 3 പ്രസ് ചെയ്യുക.
സ്റ്റോപ്പ് സെലക്ഷൻ ഓണാക്കി കുറച്ചും കൂടെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ ഫേസുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേളിലോട്ട് എക്സ്ട്രൂഡ് ചെയ്യാം. എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ ഇതിന് കുറച്ചൊന്ന് പുറത്തേക്ക് തള്ളാം നമുക്ക്. അതിനായിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് 6 പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഫുൾ സെലക്ഷനായി. ഇനി ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് മേളിലോട്ട് പൊക്കുക. ഒന്ന് സ്കെയിൽ ചെയ്യുക. ഇത് 2019 വെർഷനിലാണ് ഇങ്ങനെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റുക. അല്ലാത്തതിലാണെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രൂഡ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രൂഡ്, W പ്രസ് ചെയ്യുക, മേളിലോട്ട് പോക്കാം. ഓക്കെ, നമ്മളിതിൻ്റെ ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബിവൽ എഡ്ജ് കൊടുക്കുക. ബിവൽ എഡ്ജ് കൊടുക്കുമ്പോൾ നമ്മൾ വാല്യൂ നോക്കുക. സെഗ്മെൻറ്റ് 2 ഇട്ടുണ്ടാവണം. ഫ്രാക്ഷൻ 0.2 ഇട്ടിട്ടുണ്ട്. 3 പ്രസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ സീറ്റിൻ്റെ ഭാഗം നമുക്ക് ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കി ഇവിടെ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ വരുത്താം. കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ഫേസിനെ കൂടെ നമുക്ക് താഴേക്ക് എക്സ്ട്രൂഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ ഫേസ് സെലക്ട് ചെയ്യണം. ഇവിടെ പെയിൻറ്റ് ടൂൾ എടുത്തിട്ട് സെലക്ട് ചെയ്ത് എളുപ്പം സെലക്ട് ആക്കാൻ പറ്റും. അതിനുശേഷം നോക്കാം നമ്മുടെ വേറെ എവിടെയെങ്കിലും ആക്സിഡൻ്റലി സെലക്ട് ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇത് കളയാം. നമുക്കിതിനെ റിവേഴ്സ് ചെയ്യാം. ഇത് നല്ല വശമായി. ഇനി എന്ത് ചെയ്യാം, നമുക്കിതിനെ താഴേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് പുറത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. സ്വല്പം ഒന്ന് താഴേക്ക് നീക്കുക. അതിനുശേഷം ഒന്നും കൂടെ താഴേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ടത് ഉള്ളിലേക്ക് ആക്കാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഈ എഡ്ജിനെ ഇവിടെ നടുക്കിലത്തെ പോർഷനെ നമുക്ക് ഈ ഷേപ്പിലേക്കാക്കി മാറ്റാം.
ഇത് താഴേക്കാക്കുമ്പോൾ ഇതിന് ബാലൻസ് ചെയ്ത് വരുന്ന ഈ എഡ്ജും കൂടെ നമുക്ക് ബാലൻസ് ചെയ്യണം. ഇത് രണ്ടും സെലക്ട് ചെയ്യാം, സൈഡ് വ്യൂ വരാം. ഈ ഭാഗം കൂടെ നമ്മൾ കറക്റ്റായിട്ട് 3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷേപ്പ് നമ്മൾ കറക്റ്റായിട്ടുണ്ട്. എവിടെയെങ്കിലും നമുക്ക് ഷാർപ്പാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇപ്പോൾ ഇവിടെ ഞാൻ ഷാർപ്പാക്കുന്ന വിചാരിക്കുകയാണ്. ഇവിടെ നമ്മൾ ബെവൽ കൊടുക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള രീതി. ഇനി നമ്മുടെ ഈ ചെയറിന് മാത്രമല്ല, ഏതൊരു ചെയർ ആണെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇത് ചേഞ്ച് വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് എങ്ങനെയാണോ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഈ ടൂളുകൾ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സീറ്റിൻ്റെ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടാക്കുന്നതാണ്.